ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജിയസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അവന്തിക സന്ദീപിനോട് ഓരോന്ന് പറഞ്ഞ് സന്ദീപിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ബിസിനസ്സൊക്കെ തുടങ്ങാൻ പണം തരാമെന്നും ഒക്കെ അവന്തിക പറയുന്നുണ്ട് സന്ദീപിനോട്. ശേഷം ഇപ്പോൾ കമലയാണ് കാണിക്കുന്നത്. കമല ചെടി നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം വളരെയധികം സന്തോഷത്തോട് കൂടി തന്നെ ആതിര അവിടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ മോതിരം കിട്ടിയെന്ന്. ഉടനെ കമല ചോദിക്കുന്നുണ്ട്, ഏത് മോതിരം എന്ന്. എൻ്റെ കാണാതായിപ്പോയ മോതിരമില്ലേ, അത് കിട്ടിയെന്ന് പറയുന്നു. ഏത്, സന്ദീപ് എടുത്തുകൊണ്ട് പോയി വിറ്റെന്ന് പറഞ്ഞ ആ മോതിരമോ എന്ന് കമല ചോദിക്കുന്നുണ്ട്. ഉടനെ ആതിര പറയുന്നുണ്ട്, അതെ, ഞാൻ ഇതുമാത്രം വിഷമിച്ചെന്നറിയാമോ, എൻ്റെ പ്രാർത്ഥന കൊണ്ടായി എനിക്ക് ഈ മോതിരം കിട്ടിയത് എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, സോറി, അനക്ക പറയുന്നുണ്ട്, ഈ മോതിരം കൊണ്ട് വിറ്റെന്ന് പറഞ്ഞാണ് ആ പാവത്തിനെ സംശയിച്ചത്, കള്ളനെന്ന് വിളിച്ചതും. അങ്ങനെ പറയാൻ പറ്റുമോ? ഞാനറിയാതെ ഓരോ സ്വർണ്ണങ്ങളൊക്കെ കൊണ്ട് വിറ്റ ആളല്ലേ. അതുകൊണ്ട് എൻ്റെ മോതിരം കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചു അത് സന്ദീപ് എടുത്തുകൊണ്ട് വിറ്റെന്ന്. എന്ന് ആതിര പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നിനക്കെന്നിട്ട് ഇപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന്. ഉടനെ ആതിര പറയുന്നുണ്ട്, അത് അലമാരിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഉടനെ കമല ചോദിക്കുന്നുണ്ട്, അലമാരിയിലോ? നീ എന്ന് പറഞ്ഞത് മേശപ്പുറത്ത് ഊരി വെച്ചെന്നല്ലേ? ഉടനെ ആതിര പറയുന്നുണ്ട്, അത് ഞാൻ മറന്നു പോയതാ. അലമാരിയിൽ നിന്ന് കഴുകാനുള്ള സാരി എടുത്തപ്പോൾ അതിൽ കുടുങ്ങിയിരുന്നമ്മേ എന്ന് പറയുന്നു. ഉടനെ ഇത് കേട്ട് കമലയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത്, സന്ദീപിനെ എന്തെല്ലാം പറഞ്ഞു എന്ന് കമല പറയുമ്പോൾ അനഘയും പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഒന്നുകൂടി നോക്കിയിട്ട് മതി സന്ദീപിനെ കുറ്റപ്പെടുത്തുന്നത് എന്ന്. അന്ന് ആരും അതൊന്നും കേട്ടില്ല. ഒരു തെറ്റും ചെയ്യാതെ കള്ളനെന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ വേദന എത്രമാത്രം വലുതാണെന്ന് അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവൂ എന്ന് അനഘയും പറയുന്നുണ്ട്. ഉടനെ ആതിര ചോദിക്കുന്നുണ്ട്, അമ്മ ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന്. ഉടനെ കമല പറയുന്നു, എനിക്കൊന്നും പറയാനില്ല, സന്ദീപ് വരുമ്പോഴേ എന്താണെന്ന് വെച്ചാൽ നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് കമല അവിടെ നിന്ന് പോകുന്നുണ്ട്. ഉടനെ ആതിര അനഘയോട് പറയുന്നുണ്ട്, അനഘ, നീ ഇങ്ങനെ സന്ദീപ് വരുമ്പോൾ എൻ്റെ കൂടെ നിൽക്കണേ എന്ന്. ഞാനില്ലേ എന്ന് പറഞ്ഞ് അനഘയും അകത്തേക്ക് കയറി പോവുകയാണ്. വളരെയധികം ടെൻഷനോട് കൂടി തന്നെ ആതിര നിൽക്കുന്നുണ്ട്. ശേഷം സമയം രാത്രിയായിട്ടുണ്ട്. അവന്തികയാണ് കളിക്കുന്നത്. അവന്തികയ്ക്ക് ഈ സമയം ഒരു കോള് വരുന്നു. വിളിക്കുന്നത് മറ്റാരുമായിരുന്നില്ല, ശിശിരയായിരുന്നു. ഇതാരോ, ശിശിരയോ? ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചു എന്ന് അവന്തിക പറയുന്നുണ്ട്. ഉടനെ ശിശിര പറയുന്നുണ്ട്, വിളിക്കാത്തൊരു രക്ഷയുമില്ല, അവന്തിക എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. അവന്തികയ്ക്ക് പരിചയമുള്ള ഏതെങ്കിലും പാലിയേറ്റീവ് കെയർ സെൻറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അവന്തിക, ഉണ്ടല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. രാജീവേട്ടനെ ഇവിടെ ഇങ്ങനെ കിടത്തിയാൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് ശിശിര പറയുമ്പോൾ, വളരെ വേഗത്തിൽ തന്നെ നീ ഈ തീരുമാനത്തിലേക്ക് എത്തി അല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു. ഞാൻ ഒരുപാട് ആലോചിച്ചു, ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് ശിശിര പറയുന്നു. എനിക്കറിയാവുന്ന ഒരു നേഴ്സുണ്ട്, അവരുടെ കീഴിലൊരു പാലിയേറ്റീവ് സെൻറ്ററും ഉണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ രാജീവിനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം എന്ന് അവന്തിക പറയുന്നു. അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം, ഞാനെല്ലാം മാനേജ് ചെയ്തോളാം, അവന്തിക എല്ലാം ഒന്ന് ശരിയാക്കി തന്നാൽ മതി എന്ന് ശിശിര പറയുമ്പോൾ, എങ്കിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഞാൻ ചെയ്തോളാം എന്ന് അവന്തികയും പറയുന്നു. അങ്ങനെ ശിശിര താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വയ്ക്കാൻ തുടങ്ങുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഫോൺ വയ്ക്കാൻ വരട്ടെ എന്ന്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവിടെ ഒരാളോടും എൻ്റെ പേര് പറയാൻ പാടില്ല എന്ന് അവന്തിക പറയുന്നുണ്ട്. ഞാൻ ആരോടും പറയില്ല എന്ന് ശിശിരയും പറയുന്നു. അങ്ങനെ അവന്തിക പറയുന്നുണ്ട്, എനിക്ക് പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ മതി എന്ന് ശിശിരയോട് അവന്തിക പറയുന്നു. രാജീവിനെ നീ ഒഴിവാക്കുന്നതാണ് നല്ലത്. അയാളെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അത്ര നല്ല അഭിപ്രായമല്ല. അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് കേട്ട് ശിശിര ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ ഞെട്ടലോടെ തന്നെ ശിശിര ചോദിക്കുന്നുണ്ട്, സത്യമാണോ അവന്തിക, അയാൾ എന്നെ ചതിക്കുകയായിരുന്നു? അതെ, അയാൾ അതെല്ലാം മറച്ചു വെച്ചായിരിക്കും ശിശിരയെ വിവാഹം ചെയ്തത്. അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം എന്ന് അവന്തിക പറയുന്നുണ്ട്. ഈ സമയം ശിശിര അന്ന് രാജീവിൻ്റെ വീട്ടുകാരെക്കുറിച്ച് ചോദിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പാലിയേറ്റീവ് കെയറിൻ്റെ കാര്യം ഞാൻ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് അവന്തിക ഇപ്പോൾ ഫോൺ വയ്ക്കുന്നുണ്ട്. ശിശിരയാണെങ്കിൽ വളരെയധികം ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് മൂർത്തി വയ്ക്കുന്നുണ്ട്, രാജീവ് സാറിൻ്റെ കാര്യം ശരിയാക്കിയല്ലേ എന്ന്. ഉടനെ അവന്തിക പറയുന്നു, അവളൊരു പൊട്ടിപ്പെണ്ണ, ചീള് കേസ്. രാജീവിനെ എത്രയും വേഗം തന്നെ ഗൂഗിളിൻ്റെ വീട്ടിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അത് അപകടമാണ് എന്നും അവന്തിക ഇപ്പോൾ മൂർത്തിയോട് പറയുന്നു. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട്. അർച്ചന തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇപ്പോൾ വളരെയധികം വെപ്രാളത്തോടെ തന്നെ ഒരു ടെൻഷനോടെ ഓടി ശോഭന വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്,
മോളെ ഒന്ന് വേഗം വന്നേ, അവിടെ താഴെ ആംബുലൻസുമായിട്ട് കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു. രാജീവിനെ എവിടേക്കോ കൊണ്ടുപോകാൻ നോക്കുകയാണ് എന്ന് വളരെയധികം ടെൻഷനോടെയാണ് ശോഭന പറയുന്നത്. ഇത് കേട്ട് അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട്, രാജീവിനെ ആരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ ഇപ്പോൾ അർച്ചന അവിടേക്ക് ചെല്ലുന്നു. ഈ സമയം രാജീവിനെ ഇപ്പോൾ രണ്ടുപേര് എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ രാജീവ് അതിന് സമ്മതിക്കുന്നില്ല. കൂടെ ഒരു നേഴ്സും നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ശിശിര പറയുന്നുണ്ട്, ബഹളം വെക്കാതെ രാജീവേട്ട, അവർ രാജീവേട്ടനെ കൊല്ലാൻ കൊണ്ടുപോകുന്നൊന്നുമല്ല, ഇതിനേക്കാൾ നല്ല കെയർ കിട്ടുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ശിശിര അവിടെ നിന്ന് പറയുന്നു. എന്നാൽ രാജീവ് ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല രാജീവിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ. ആ രണ്ടുപേര് പറയുന്നുണ്ടോ, ഒന്ന് അടങ്ങിയിരിക്കും സാറേ, ഞങ്ങൾ ഇതുപോലെ എത്ര പേരെ കൊണ്ടുപോയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഈ സമയം ഇപ്പോൾ അർച്ചന അവിടേക്ക് വരികയാണ്. കൂടെ ശോഭനയുമുണ്ട്. ഏയ് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്നിങ്ങനെ അർച്ചന വന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട് രാജീവ്. നിങ്ങളൊക്കെ ആരാ, നിങ്ങളെ ആരാ ഇങ്ങോട്ട് വിളിച്ചത് എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട്. ചേച്ചി ഇവരൊക്കെ ആരാ എന്ന് ശിശിരയോട് ചോദിക്കുമ്പോൾ ശിശിര പറയുന്നുണ്ട്, നീ എന്തിനിങ്ങനെ ബഹളം വയ്ക്കുന്നത്, എൻ്റെ ഭർത്താവിനെ ഏറ്റവും നല്ലൊരു സ്ഥലത്തേക്ക് ഞാൻ മാറ്റുന്നു, അതത്രേ ഉള്ളൂ, അതെൻ്റെ കടമയല്ലേ എന്നൊക്കെ ശിശിര പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഏത് സ്ഥലം, ആരോട് ചോദിച്ചിട്ടാ ചേച്ചി ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ ഇപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ കാര്യം പിന്നെ ഞാൻ ആരോട് ചോദിക്കണം എന്ന് ശിശിര പറയുമ്പോൾ അർച്ചന അവിടെ വന്നവരോടായി പറയുന്നുണ്ട്, ദേ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ പോലീസിനെ വിളിക്കും, അമ്മേ ഗോകുലിനെ വിളിച്ച് വേഗം വരാൻ പറ എന്ന് പറഞ്ഞ് ശോഭനയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശോഭന ഗോകുലിനെ വിളിക്കാനായി പോകുന്നു. രാജീവിനോട് പറയുന്നുണ്ട്. എന്നിട്ട് അർച്ചന, രാജീവ് വിഷമിക്കണം, രാജീവിന് ഇവിടെ ആരും ഇവിടെ നിന്ന് കൊണ്ടുപോകില്ലെന്ന് പറയുന്നു. ഇത് കണ്ട് വളരെയധികം ദേഷ്യത്തോടെ ശിശിരി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നിനക്ക് എന്തിനാ ഇത്ര ടെൻഷൻ, ഇത് കണ്ടാൽ തോന്നും രാജീവ് നിൻ്റെ ഭർത്താവാണെന്ന് എന്ന് ശിശിര പറയുന്നതും അർച്ചന ശിശിരയുടെ കർണത്തിൽ നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അർച്ചന പറയുന്നുണ്ട്, ദേ ഇവിടെ കിടക്കുന്ന ഈ പാവത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകണമെന്നൊന്നുമില്ല, ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്നാലും മതി എന്ന് അർച്ചന പറയുന്നുണ്ട്. എന്നിട്ട് വന്നവരോടായി പറയുന്നുണ്ട്, നിങ്ങൾ പോയിക്കോളൂ, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിച്ചോളാമെന്ന്. പാലിയേറ്റീവ് കെയറിൽ കൊണ്ടുവിടാനും മാത്രമായിട്ട് ഇവിടെ വേണ്ടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല, ഇതെൻ്റെ സഹോദരനാണ്, ഞാൻ നോക്കിക്കോളാം, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ അവരെ പറഞ്ഞു വിടുകയാണ്. ഇതൊന്നും ഇഷ്ടപ്പെടാതെ ശിശിര അവിടെ നിൽക്കുന്നുണ്ട്. വന്നവരുടെ ശിശിര പറയുന്നുണ്ട്, നിങ്ങൾ പോവല്ലേ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അർച്ചന അതിനുശേഷം രാജീവിനെ നേരേക്ക് ഇരുത്തിയിട്ട് ശിശിരയോടായി പറയുന്നുണ്ട്, ഈ വീട്ടിൽ ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാമെന്ന് ചേച്ചി ധരിക്കരുത്, ഇവിടെ ഞാനും ചേച്ചിയുടെ അമ്മയും ഗോകുലും എല്ലാവരും ഉണ്ട്, ഞങ്ങളറിയാതെ ഇവിടെ ഇനിയൊരു തീരുമാനമെടുക്കാൻ പാടില്ല, അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി കിട്ടിയതിൻ്റെ ബാക്കിയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നൊക്കെ അർച്ചന പറയുന്നു. ഉടനെ ശോഭനയും പറയുന്നുണ്ട്, നീ എന്തൊരു മനുഷ്യ സ്ത്രീയാടി, ഈ കണക്കിനാണെങ്കിൽ നീ എന്നെ വയസ്സാകുമ്പോൾ എന്നെയും കൊണ്ട് വൃദ്ധസ്ഥാനത്തിൽ തള്ളുവല്ലോ എന്ന് പറയുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഇവരതും ചെയ്യും അതിനപ്പുറവും ചെയ്യും എന്ന് പറയുന്നത് കേട്ട് ഇപ്പോൾ ശിശിര വളരെയധികം ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ജീവിതം തോലയ്ക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നു. വളരെയധികം വിഷമിച്ചിരിക്കുന്നുണ്ട് രാജീവിനോടായി പറയുന്നുണ്ട് അർച്ചന, ഇങ്ങനെ ശിശിരേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല, സോറി രാജീവ്, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നും പറഞ്ഞ് അർച്ചന ഇപ്പോൾ രാജീവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സന്ദീപിനെയാണ്. സന്ദീപ് വീട്ടിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിലേക്ക് ആക്കുന്നുണ്ട്. ഈ സമയം അവിടേക്ക് അതിരെ വന്ന് പറയുന്നുണ്ട്, സന്ദീപ് നീ എന്നോട് ക്ഷമിക്കണം, ആ മോതിരം തിരിച്ചു കിട്ടി, സോറി സന്ദീപേ, എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്നൊക്കെ ആതിര പറയുമ്പോൾ വളരെയധികം ദേഷ്യത്തോടെ ആതിരെ ഒന്ന് നോക്കുന്നുണ്ട് സന്ദീപ്. എന്നിട്ട് ആ ഭാഗ്യം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നീ ഇത് എവിടേക്കാണ് പോകുന്നത് എന്ന് സന്ദീപിനെ തടഞ്ഞു നിർത്തി ആതിര ചോദിക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ളടത്തേക്ക്, അറിഞ്ഞിട്ടിപ്പോൾ എന്ത് വേണം, ഈ വീട്ടിലെ താമസം ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിച്ചു, മോഷ്ടാക്കൾക്ക് താമസിക്കാൻ പറ്റിയ വീടല്ലിത്, അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ച് പോവുക, അത് ഗുഡ് ബൈ എന്ന് പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെട്ട് സന്ദീപ് ഇപ്പോൾ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. ആതിര തടയുന്നുണ്ട്. എന്നാൽ സന്ദീപ് അത് വകവയ്ക്കുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഈ വീടുമായി എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ആതിര മാപ്പൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സന്ദീപ് അതൊന്നും കാര്യമാക്കുന്നില്ല. ഈ സമയം അവിടേക്ക് കമലയും സച്ചിയും വരുന്നുണ്ട്. അവർ രണ്ടുപേരും തടയുന്നുണ്ട്. എന്നാൽ അതൊന്നും സന്ദീപ് വകവയ്ക്കുന്നില്ല. സച്ചി ക്ഷമയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സന്ദീപ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ക്ഷമയൊന്നും വേണ്ട എന്ന്. ക്ഷമിക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല, എനിക്ക് മടുത്തു ഈ വീട്ടിലെ ജീവിതം, നിങ്ങളുടെ അടിമയെ ജീവിക്കാൻ ഇനി കിട്ടില്ല, ചില കുറച്ച് തീരുമാനങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്, എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളൊന്നും തിരിച്ചു കിട്ടാതെ ഞാൻ ഈ വീട്ടിലേക്ക് ഇനി മടങ്ങി വരില്ല, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് സന്ദീപ് ഇപ്പോൾ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. എല്ലാവരും സന്ദീപിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ സന്ദീപ് തിരിച്ചു വരുന്നില്ല. ആതിരയാണെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ്, നല്ല കരച്ചിലും ആണ്.
എല്ലാവരും വളരെയധികം വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ശോഭനയും ശിശിരയുമാണ്. ശോഭനയുടെ റൂമിലേക്ക് ശിശിര വന്ന് അവിടെ കിടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശോഭന അതിന് സമ്മതിക്കുന്നില്ല. ഇതെൻ്റെ മുറിയാണ്, ഇവിടെ ആര് കിടക്കണം കിടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് ശോഭന പറയുന്നുണ്ട്. ഞാൻ പിന്നെ എവിടെ പോയി കിടക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ശോഭനയുമായി വഴക്കിടുന്നുണ്ട് ശിശിര. ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് റൂമിൽ നിന്നും ഇറക്കി വിടുന്നുണ്ട് ശോഭന ശിശിരയെ. പിന്നീട് കാണിക്കുന്നത് രാജീവിനെയാണ്. രാജീവിനെ ഇപ്പോൾ ആഹാരമൊക്കെ കഴിപ്പിക്കുന്നുണ്ട് ഗോകുലെല്ലാം വാരിക്കൊടുത്ത് മുഖമൊക്കെ കഴിയിക്കുന്നുണ്ട്. എന്നിട്ട് അർച്ചനയുമായി ചേർന്ന് അവിടെ ആ ബെഡ്ഷീറ്റൊക്കെ മാറി കൊടുക്കുകയാണ്. അങ്ങനെ ഗോകുലൊക്കെ ഇപ്പോൾ നല്ലൊരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് രാജീവിന് തിരിച്ചു വരുമെന്ന്. ശേഷം കാണിക്കുന്നത് ശിശിരി ഇപ്പോൾ ഹാളിൽ സോഫ സെറ്റിൽ വന്നാണ് കിടക്കുന്നത്. ഇത് അർച്ചന കാണുന്നുണ്ട്. എന്നാൽ അർച്ചന വന്ന് നോക്കിയിട്ടും ഒട്ടും മൈൻഡ് ചെയ്യാതെ ശിശിര അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഫോണും നോക്കി ഫോണിൽ കളിച്ചുകൊണ്ട് കിടക്കുകയാണ്. സന്ദീപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവന്തിക പറഞ്ഞതനുസരിച്ച് അവന്തികയുടെ അടുത്തേക്ക് തന്നെയാണ്. അവന്തിക്കാണെങ്കിൽ സന്ദീപിന് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. സച്ചി അർച്ചനയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ വിളമ്പി തരുന്നതായിരുന്നു ഇഷ്ടം. എൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നീ എത്ര നാളായി? നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ നിന്നെ ഒരു കാലത്തും കുറ്റപ്പെടുത്തില്ല. എന്നെ ആരും ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. സന്ദീപിന് അറിയുമോ? നന്ദേട്ടൻ എനിക്കൊരു കുഞ്ഞിനെ തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഈ നെല്ലിശ്ശേരി വീട്ടിൽ അവിടുത്തെ മരുമകളായിട്ട് ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ വളരെയധികം സങ്കടത്തോടെ പറഞ്ഞ് സന്ദീപിൻ്റെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് അവന്തിക വിചാരിച്ചതുപോലെ തന്നെ സന്ദീപിനെ ഇപ്പോൾ അവന്തികയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.